നമുക്കിന്ന് പഠിക്കാനുള്ള കവിതയുടെ പേര് ലേ ചൽ വഹാ ബുലാവ ദേക്കർ എന്നാണ്. ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് ജയശങ്കർ പ്രസാദാണ്. ഇദ്ദേഹം ആധുനിക യുഗത്തിലെ പ്രതിനിധി കവികളിൽ വച്ച് ശ്രേഷ്ഠ സ്ഥാനമാണ് ഇദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. കൂടാതെ ഇദ്ദേഹം ഛായാവാദി കവി എന്ന് അറിയപ്പെടുന്നു. നാടക്, കഹാനി ആദി സാഹിത്യ വിധാओं में भी उन्होंने कलम चलाई है. അതായത് ഇദ്ദേഹം നാടകങ്ങളും കഥകളും ഒക്കെ രചിച്ചിട്ടുണ്ട്. ആസു, ലഹർ, കാമായനി തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകളാണ്. നമുക്കിന്ന് പഠിക്കാനുള്ള ലേ ചൽ വഹാ ബുലാവ ദേക്കർ എന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അല്ലെങ്കിൽ പ്രമുഖമായ ഒരു രചനയാണ്. ഈ ഒരു കവിതയിൽ ഛായാവാദ് കി വിശേഷത കെ അനുരൂപ് പ്രകൃതി കാ മാനവീകരൺ കിയാ ഹെ. അതായത് പ്രകൃതിയുടെ മാനവീകരണം, അതായത് മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിൽ അസഫൽ പ്രേം ഔർ നിരാശ വ്യക്ത് ഹോത്താ ഹെ. അതായത് അസഫലമായ പ്രണയവും നിരാശയും ഇവിടെ കവി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു കവിതയെ ആധാരമാക്കിയിട്ട് ആലോചകർ, അതായത് വിമർശകർ നമ്മുടെ ഈ ഒരു കവിയെ പലായനവാദി കവി എന്നും വിളിക്കാറുണ്ട്. അതായത് പലായനവാദി എന്ന് പറഞ്ഞാൽ എസ്കേപ്പിസ്റ്റ് എന്നാണ് അർത്ഥം. അതായത് ഏതൊരു പ്രോബ്ലത്തിൽ നിന്നും ഓടിയൊളിക്കുന്ന ആൾ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഞാൻ ഈ ഒരു കവിതയുടെ ഡയറക്റ്റ് സമ്മറിയാണ് പറയുന്നത്. അപ്പോൾ കവിതയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കവി പറയുകയാണ്, ഈ ഒരു ലോകം, അതായത് ഈ ഒരു സംസാർ झूठ അനാചാർ ആദി സേ ബറാ ഹെ. അതായത് കള്ളവും അനാചാരവും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ഈ ഒരു ലോകം എന്നത്. കവി ഇസസെ മുക്തി പാന ചാത്തേ ഹെ. കവി ഈ ഒരു ലോകത്ത് നിന്ന് മുക്തി ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. വഹ് ऐसे स्थान पर जाना चाहते हैं जहाँ उनके मन को शांति मिलेगा. അതായത് കവി ഇവിടെ പറയുന്നത്, കവി പോകാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ്. ജഹാ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇദ്ദേഹം പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കവി നാവിക് സെ പ്രാർത്ഥന കർത്തേ ഹെ. അതായത് ഒരു നാവികൻ, ഒരു ഈ വഞ്ചി തുഴയുന്ന ഒരാളോട് കവി പ്രാർത്ഥിക്കുകയാണ്. ഹേ നാവിക്, തും ഭുലാവ ദേക്കർ മുझे ऐसे किसी स्थान पर ले चलो जहाँ निर्जन हो और समुद्र के आसपास हो, जहाँ आकाश समुद्र से उठने वाली लहरें भूमि के सारे कोलाहलों को छोड़कर ആകാശ് കെ കാനോ മേ പവിത്ര പ്രേം കി കഥ കർത്തി ഹോ. അപ്പോൾ കവി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് തുടർന്നുള്ള വരികളിൽ പറഞ്ഞിരിക്കുന്നത്. കവി നാവികനോട് പറയുകയാണ്, നീ എന്നെ ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് കൂട്ടിച്ചെല്ലു. ജഹാം, അതായത് അവിടെ നിർജ്ജനമായിരിക്കണം. കൂടാതെ സമുദ്രത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾ ഭൂമിയിലുള്ള സകല കോലാഹലങ്ങളെയും ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം നീ എന്നെ കൊണ്ടുപോകേണ്ടത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആകാശത്തിൻ്റെ ചെവിയിൽ ആകാശ് കെ കാനോ മേ പവിത്ര പ്രേം കി കഥ കർത്തി ഹെ. അതായത് ആകാശത്തിൻ്റെ ചെവിയിൽ പവിത്രമായ പ്രണയത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്ത് നീ എന്നെ കൊണ്ടുപോകൂ എന്ന് ഇവിടെ കവി നാവികനോട് പറയുന്നു. സമുദ്ര കെ ഉസ് പാർ ഭൂമി കെ കോയി ഭി കോലാഹൽ നഹി സുനായി പടുത്താ ഹെ. അതായത് സമുദ്രത്തിൻ്റെ ആ ഒരു ഭാഗത്ത്, സമുദ്രം കടന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഭൂമിയിലെ ഒരു തരത്തിലുള്ള കോലാഹലങ്ങളും കേൾക്കാൻ പാടില്ല. നീ എന്നെ കൊണ്ടുപോകുന്ന ആ സ്ഥലത്ത് ഭൂമിയിലെ ഒരു കോലാഹലങ്ങളും കേൾക്കാൻ പാടില്ല എന്ന് നാവികനോട് നമ്മുടെ കവി പറയുന്നു. വഹാ ഉത്സുക് ലഹരെ ഉഡ്തി രഹ്തി ഹെ. കവി കോ അപ്നെ ജീവൻ കെ അസഫൽ പ്രേം കാ പഡ് അനുഭവ് ഹെ. ഇവിടെ പറയുന്നത് ആ ഒരു സ്ഥലത്ത് ഉത്സുകമായ ലഹർ, അതായത് തിരമാലകൾ അവിടെ ഉണ്ടായിരിക്കണം. കൂടാതെ ഇവിടെ പറയുന്നു, ആ ഒരു ഇടത്ത് പോയതിന് ശേഷം കവിക്ക് തൻ്റെ ജീവിതത്തിലുള്ള അസഫലമായ പ്രണയത്തെക്കുറിച്ച് ഓർമ്മ വരും എന്നാണ് ഇവിടെ പറയുന്നത്. തുടർന്നുള്ള വരികളിലായി പറയുന്നു, പ്രകൃതി മേ കവി ജീവൻ കാ പ്രതിബിംബ് ദേഖ്താ ഹെ, യഹാ വഹ് പ്രതിബിംബ് സന്ധ്യ ഹെ. അതായത് പ്രകൃതിയിൽ നമ്മുടെ കവി
ജീവൻ്റെ പ്രതിബിംബം, അതായത് ജീവൻ്റെ മിറർ ഇമേജ് കാണുന്നു എന്നാണ്. ഇവിടെ ആ ഒരു മിറർ ഇമേജ് അല്ലെങ്കിൽ ആ ഒരു പ്രതിബിംബം എന്നത് സന്ധ്യയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്ധ്യ കാ കോമൽ ശരീർ थकने के कारण धीले सा പ്രതീക് ഹോത്താ ഹെ. അതായത് ഈ ഒരു സന്ധ്യയുടെ കോമളമായ ശരീരം ക്ഷീണിച്ചത് കാരണം തന്നെ ധീലീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിതയായി നമുക്ക് തോന്നുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും സമയം അവിടെ സന്ധ്യ നിന്നത് കാരണം തന്നെ സന്ധ്യയുടെ ശരീരം മുഴുവനായി ക്ഷീണിച്ച്, ആ ഒരു സന്ധ്യനെ കാണുമ്പോൾ ഇപ്പോൾ ക്ഷീണിച്ച് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനോ വഹ് സാരേ ദിൻ കാം കർനെ കെ കാരൺ തക് ഗയി ഹെ. അതായത് അത്രയും സമയം ആ ഒരു ദിവസത്തെ ഫുൾ ടൈമും നമ്മുടെ ഈ ഒരു സന്ധ്യ പണിയെടുത്തത് കാരണം തന്നെ ക്ഷീണിതയായതായിരിക്കാം എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഇസ്ലിയെ ഉസ്കെ നീലെ നയൻ സെ താരായെ രൂപി ആസു ഗിർ രഹേ ഹെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷീണിതയായതുകൊണ്ട് തന്നെ നമ്മുടെ സന്ധ്യയുടെ കണ്ണുകളിൽ നിന്നും താരായി, അതായത് നക്ഷത്രങ്ങളാവുന്ന കണ്ണുനീർ വീഴാൻ തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കവി സ്വയം ദുഃഖി ഹെ, അതായത് ദുഃഖിതനാണ് നമ്മുടെ കവി. അതുകൊണ്ട് തന്നെ കവി നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഓരോ കാര്യത്തെയും ഒരു മാനവീകരണം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻലിനെസ് നൽകിക്കൊണ്ട് അതിനെ അവരെയൊക്കെ ദുഃഖിതനായിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. വഹ് യഹ് ദുഃഖ് പ്രകൃതി മേ ദേഖ്തേ ഹെ. അതായത് ഇദ്ദേഹം ആ ഒരു ദുഃഖം പ്രകൃതിയിലേക്ക് നോക്കി കാണുകയാണ്. സംഘർഷ കെ കാരൺ കവി തക് ഗയാ ഹെ. അതായത് സംഘർഷം കാരണം തന്നെ നമ്മുടെ കവിയും ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. തുടർന്നുള്ള വരികളിൽ കവി പറയുന്നു, हे नाविक तुम मुझे ऐसे स्थान पर पहुंचा दो जहां संध्या की छाया हो, वहां बैठकर कवि प्रेम का अनुभव कर सके. അതായത് ഇദ്ദേഹം നാവികനോട് പറയുകയാണ്, നീ എന്നെ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് കൂട്ടിച്ചെല്ലൂ, ജഹാം ബൈഠ്കർ കവി പ്രേം കാ അനുഭവ് കർ സക്കെ. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് പ്രേമത്തിൻ്റെ അനുഭവം, അതായത് അതിൻ്റെ ആ ഒരു അനുഭൂതി ഫീൽ ചെയ്യാൻ പറ്റണം. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നീ എന്നെ കൊണ്ടുപോകൂ എന്ന് പറയുന്നു. സുഖ് ദുഃഖ് സേ ബറാ സൻസാർ ചിത്രപട് കെ സമാൻ ഹെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുഖദുഃഖം നിറഞ്ഞ ഈ ഒരു സൻസാർ, അതായത് ഈ ഒരു ലോകം ചിത്രപടത്തിന് സമാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഹ് മായ ഹെ ഉസ് വിശാൽ സൻസാർ മേ ഈശ്വർ കാ പ്രഭാവ് മിൽ സക്കെ. वहाँ सुख दुख आते जाते रहते हैं. हमारा जीवन सुख दुख का एक क्रम है. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഈ ഒരു ജീവിതം എന്നത് മായയാണ്. അപ്പോൾ വിശാലമായ ഈ ഒരു ലോകത്ത് ഈശ്വരൻ്റെ പ്രഭാവം, അതായത് ഈശ്വരൻ്റെ ആ ഒരു ദർശനം നമുക്ക് ലഭിക്കണം എന്ന് കവി പറയുന്നു. കൂടാതെ കവിയുടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതം എന്നത് സുഖദുഃഖങ്ങളുടെ ഒരു ക്രമീകരിച്ച ഒന്നാണ്, സുഖദുഃഖം നിറഞ്ഞ ഒന്നാണ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. തുടർന്നുള്ള വരികളിൽ കവി പറയുന്നത്, ഉൻഹെ ऐसे स्थान पर ले चलो जहाँ श्रम के बाद विश्राम मिले. അതായത് അദ്ദേഹം പറയുകയാണ്, നീ എന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോകൂ, ജഹാം അവിടം ശ്രമം, അതായത് നമ്മുടെ പരിശ്രമത്തിന് ശേഷം വിശ്രമിക്കാനുള്ള ആ ഒരു ടൈമും നമുക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്ത് നീ എന്നെ കൊണ്ടുപോകൂ എന്ന് നമ്മുടെ കവി നാവികനോട് പറയുന്നു. ആകാശ് और ഭൂമി കാ സംഗം സ്ഥാൻ ഹെ ക്ഷിതിജ്. ആകാശവും ഭൂമിയുടെയും സംഗമ സ്ഥാനമാണ് ക്ഷിതിജ്. ക്ഷിതിജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവാളം എന്നാണ്. അപ്പോൾ ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ചക്രവാളം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജഹാ ഉഷ അപ്നെ നേത്രോം സെ ऐसे ജ്യോതി ഫൈലാ രഹി ഹെ. അതായത് ആ ഒരു ചക്രവാളത്തിൻ്റെ ആ ഒരു ഏരിയയിൽ ഉഷസ് തൻ്റെ ജ്യോതി, തൻ്റെ ആ ഒരു പ്രകാശം ഫൈലാ രഹി ഹെ, അവിടെ സ്പ്രെഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ രൂപി നേത്ര ഖുൽ ജാത്ത ഹെ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ പറയുന്നത് നമ്മുടെ ജ്ഞാനമാകുന്ന നേത്രങ്ങൾ
തുറക്കണം ആ ഒരു സ്ഥലത്ത് നിന്ന് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജിസ്സെ സൻസാർ കെ സുഖ് ദുഃഖ കാ ഭേദ് സമജ് സക്കെ. അതായത് ആ ഒരു നേത്രത്തിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ലോകത്തുള്ള സുഖദുഃഖം തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കാൻ സാധിക്കണം എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. യ സുഖ് ദുഃഖി സംഗം വേല ഹെ. ഈ ഒരു കാര്യം എന്നത് സുഖദുഃഖത്തിൻ്റെ സംഗമ വേലയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിൻ രാത് കി സംഗം സ്ഥാൻ ഹെ. ദിവസവും രാത്രിയും തമ്മിലുള്ള സംഗമ സ്ഥാനമാണ് ഇത് എന്നുകൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് കവി പറയുന്നത് മുജെ സമരസതാക്കി ദുനിയാമേ ലേ ചലോ. ഇവിടെ സമരസത എന്ന് പറയുന്നത് ഹാർമണി അഥവാ ഐക്യം എന്നാണ്. So if you enjoyed this video, click the like button and don't forget to subscribe my channel.